നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ദുരുപയോഗവും, സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ മഹത്തായ ആഘോഷമാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അവർ എങ്ങനെ പോരാടുന്നുവെന്നതിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. പൊതുപ്രവർത്തനം ദിനചര്യയാക്കി മുന്നോട്ടു പോകുമ്പോൾ പിന്നിട്ട ജീവിതത്തിലെ കണ്ണീരോർമ്മകളാണ് സുൽഫത്ത് ബക്കറിന് കരുത്തായി കൂട്ടിനുള്ളത്. കാലം അനാഥമാക്കിയ ബാല്യത്തിനും പാതിവഴിയിൽ മുടങ്ങിയ പഠനത്തിനും മുന്നിൽ പകച്ചു നിൽക്കാതെയാണ് ചൊവ്വല്ലൂരിന്റെ സ്വന്തം സുൽഫത്ത് താത്ത ജീവിത പരീക്ഷയിൽ പൊരുതി കയറി മുന്നേറുന്നത്. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അനധികൃത മദ്യവിൽപ്പന 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശി അറസ്റ്റിൽ. പഴഞ്ഞി പട്ടിത്തടം പൂവത്തൂർ വീട്ടിൽ സത്യനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മങ്ങാട് ജെറുസലേം റോഡിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ സുനിൽകുമാർ, എം എ സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി കെ റാഫി, കെ ആർ ശ്രീരാഗ്, കെ യു ജിതിൻ, വി ഗണേശൻ പിള്ള എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ചിറയൻകാട് ഗൃഹനാഥൻ തോട്ടിൽ വീണു മരിച്ചു. കുറുമ്പൂർ വീട്ടിൽ 74 വയസ്സുള്ള ജയപാലനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ആടിന് പുല്ലരിയുന്നതിനായി പാപ്പിരിത്തി പാടത്തേക്ക് പോയതായിരുന്നു. തിരികെ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് രാത്രി 7:30ഓടെ പാപ്പിരിത്തി പാടത്തെ തോട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വനിതാ ദിനത്തിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരത്തിങ്കൽ വാർഡിൽ ചിറക്കൽ സബ് സെന്ററിൽ നടന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് വാർഡ് മെമ്പർ എം എ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. കരിയമ്പ്ര വാർഡ് മെമ്പർ പ്രമീള രാജൻ അധ്യക്ഷത വഹിച്ചു. നവ്യ ഇട്ടിയാര, ഡോക്ടർ സാന്ദ്ര, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ JPH ടിൻഡു, വിശ്വനാഥൻ, ജയശ്രീ, ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും മുക്തയായ സരോജിനി കല്ലിങ്ങലിനെ വാർഡ് മെമ്പർ എം എ അബ്ദുൾ റഷീദ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. മധുര വിതരണവും നടത്തി. ക്യാമ്പിൽ 53 പേർ പങ്കെടുത്തു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ചരമം അഞ്ഞൂർക്കുന്ന് മണ്ടകത്തിങ്ങൽ കുമാരൻ ഭാര്യ രമണി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. രേഖ, രാഗി, രഹന എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.